അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏവരുടെയും ഇരുലോക ജീവിതവും അനുഗ്രഹീതമാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ പാകപ്പിഴവുകളും റബ്ബു തആല പരിഹരിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച് സന്തോഷത്തോടെ മരിക്കാൻ അള്ളാഹു നമുക്കും വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശങ്ങൾ യഥാവിധി ഉൾക്കൊള്ളാനും ഉൾക്കൊണ്ടതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന ഖുർആനീകമായ ആത്മീയ ചികിത്സകളെക്കുറിച്ച് നിങ്ങൾ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു. ഈ വിഷയത്തിൻ്റെ അനുബന്ധമെന്നോണം ഗ്രഹിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ദുസ്വപ്നങ്ങളും അതിനുള്ള പ്രതിവിധികളും. ദുസ്വപ്നങ്ങൾ പിശാചിൽ നിന്നുണ്ടാകുന്നതാണ്. മനുഷ്യന്റെ കഠിന ശത്രുവായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അദുവും മുബീൻ എന്നാണ് ഖുർആൻ അവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വളരെ വ്യക്തമായ ശത്രുവാണവൻ. അതുകൊണ്ട് തന്നെ മനുഷ്യരാശിയുടെ സമാധാനം തകർക്കാനും മനുഷ്യരെ വഴിപിഴപ്പിക്കാനും വേണ്ടി അവനെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യും. ദുസ്വപ്നങ്ങളിലൂടെ മനുഷ്യന്റെ സമാധാനം തകർക്കുകയും അവനിൽ ഭീതി നിറക്കുകയും ചെയ്യാൻ വേണ്ടി ദുസ്വപ്നങ്ങൾ അവൻ പടച്ചുവിടും. നമുക്കറിയാവുന്നതുപോലെ തന്നെ സ്വപ്നം രണ്ടു തരമുണ്ട്. ഒന്ന് അർറുഇയ സ്വാലിഹത്തു, സത്യസന്ധമായ സ്വപ്നങ്ങൾ. നബിമാർക്കും സജ്ജനങ്ങൾക്കും ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ ഈ ഗണത്തിൽപ്പെടുന്നു. മറ്റൊന്ന് ദുസ്വപ്നങ്ങൾ. എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനപ്രകാരം നിശ്ചയപ്രകാരമാണ് ഉണ്ടാകുന്നതെങ്കിലും നല്ല സ്വപ്നത്തിന് കാരണക്കാരാകുന്നത്, നിമിത്തമാകുന്നത് മലക്കുകളാകുന്നു. ചീത്ത സ്വപ്നങ്ങൾക്ക് കാരണക്കാരാകുന്നത് പിശാചുക്കളാകുന്നു. ഈ ആശയം വ്യക്തമാക്കുന്ന നിരവധി നബിവചനങ്ങൾ സ്വഹീഹായ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിമാരുടെ കാലശേഷം നബിമാർ അവസാനിച്ചതോടുകൂടെ നുബുവത്തും നിലച്ചുപോയി, വഹിയും ഒരർത്ഥത്തിൽ നിലച്ചുപോയി. എന്നാൽ ലം യബ്ഖ മിനൻ നുബുവത്തി ഇല്ലൽ മുബശ്ശിറാത്ത്. നുബുവത്തിൽ നിന്ന് എന്തെങ്കിലും നബിമാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സന്ദേശങ്ങളിൽ എന്തെങ്കിലും ഇനി അവശേഷിച്ചിരിപ്പുണ്ടെങ്കിൽ അത് മുബശ്ശിറാത്ത് മാത്രമാകുന്നു. മുബശ്ശിറാത്ത് മാത്രമാണ് നുബുവത്തിൽ നിന്ന് ഇനി ഭൂമുഖത്ത് അവശേഷിച്ച് ബാക്കിയായി നിലകൊള്ളുന്നത്. ഖാലൂ വമൽ മുബശ്ശിറാത്തു യാ റസൂലല്ലാഹ്. നബിയേ, എന്താണ് മുബശ്ശിറാത്ത്? നുബുവത്തിന്റെ ബാക്കി ഭാഗമായ മുബശ്ശിറാത്ത് എന്താണ്? സഹാബികൾ ചോദിച്ചപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറുഇയ സ്വാലിഹ. അർറുഇയ സ്വാലിഹ സത്യസന്ധമായ സ്വപ്നങ്ങളാകുന്നു. വഹീന്റെ അനന്തരാവകാശത്തിൽ അതിനെ ഉൾപ്പെടുത്താവുന്നതാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു. മുത്തഫഖുൻ അലൈഹിയായ വേറെ ഒരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ്, റുഇയൽ മുഅ്മിനി ജുസ്ഉം മിൻ അർബഅത്തിൻ മിൻ സിത്തത്തിൻ വ അർബഈന ജുസ്അം മിനൻ നുബുവത്തി. റുഇയൽ മുഅ്മിനി, സത്യസന്ധനായ അല്ലാഹുവിൽ വിശ്വസിച്ച വ്യക്തിക്കുണ്ടാകുന്ന നല്ല സ്വപ്നങ്ങൾ, അത് ജുസ്ഉം മിൻ സിത്തത്തിൻ വ അർബഈന ജുസ്അം മിനൻ നുബുവ. നുബുവത്തിന്റെ 46 ഭാഗങ്ങളിൽ ഒന്നാണ്. നുബുവത്തിനെ 46 വിഭജിക്കുകയാണെങ്കിൽ ആ നുബുവത്തിന്റെ 46-ൽ ഒന്നായി മുഅ്മിനുകൾക്കുണ്ടാകുന്ന നല്ല സ്വപ്നങ്ങളെ എണ്ണാവുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു.
അപ്പൊ നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്, മലക്കുകൾ മുഖേന വരുന്നതാണ്. ചീത്ത സ്വപ്നങ്ങൾ നമ്മിൽ ഭീതി ഉണ്ടാക്കാൻ വേണ്ടി പിശാച് ഉണ്ടാക്കുന്ന, പിശാച് നിമിത്തം ഉണ്ടാകുന്നതാകുന്നു ദുസ്വപ്നങ്ങൾ. ഇതൊക്കെ ഉണ്ടായാൽ എന്താണ് വേണ്ടത്? അതുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുസ്വപ്നങ്ങൾക്ക് നാം സ്വീകരിക്കേണ്ട ആത്മീയ ചികിത്സ എന്ത്, അതും പഠിപ്പിച്ചു തന്നു. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റആ അഹദുകും റുഇയാ യുഹിബ്ബുഹാ ഫഇന്നമാ ഹിയ മിനല്ലാഹി തആല ഫൽയഹ്മദില്ലാഹ അലൈഹാ ഫൽയുഹദ്ദിസ് ബിഹാ. ഇദാ റആ അഹദുകും റുഇയൻ യുഹിബ്ബുഹാ, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾക്ക് സന്തോഷം പകരുന്ന സ്വപ്നം കണ്ടാൽ, ആനന്ദമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന തരത്തിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരു സ്വപ്നം കണ്ടാൽ ഫഇന്നമാ ഹിയ മിനല്ലാഹി തആല, അത് അല്ലാഹുവിൽ നിന്നുണ്ടാകുന്നതാണ്. അനുഗ്രഹീതരായ മാലാഖമാർ മുഖേന അല്ലാഹുവിൽ നിന്നുണ്ടാകുന്നതാണ്. അങ്ങനെ ഉണ്ടായാൽ ഫൽയഹ്മദില്ലാഹ അലൈഹാ, നിങ്ങൾ അൽഹംദുലില്ലാ പറയണം. ഫൽയുഹദ്ദിസ് ബിഹാ, ആ നല്ല സ്വപ്നങ്ങൾ നിങ്ങൾ പുറത്തു പറയുകയും ആകാം. അത് നിങ്ങളുടെ സ്നേഹിതന്മാരോട് പറയാം. വേറൊരു റിവായത്തിൽ കാണാം, ഫലാ യുഹദ്ദിസ് ബിഹാ ഇല്ലാ മൻ യുഹിബ്ബു, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോട് മാത്രമേ നല്ല സ്വപ്നങ്ങളായാലും പറയാൻ പാടുള്ളൂ. ആകെ പരസ്യമാക്കാൻ പാടില്ല. വേണ്ടപ്പെട്ടവരോട് ആ നല്ല സ്വപ്നത്തെ കുറിച്ച് നിങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാം, പറയാം. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫഇദാ റആ മിമ്മാ ഗൈറ ദാലിക മിമ്മാ യക്റഹു, നിങ്ങളിൽ ഭീതിയുണ്ടാക്കുന്ന ഭയാനകമായ സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടാൽ, അപകട രംഗങ്ങൾ കണ്ടാൽ, നിങ്ങൾ പേടിക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫഇന്നമാ ഹിയ മിനശ്ശൈത്വാൻ, അത് പിശാചിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതാകുന്നു. അത് പിശാചിൽ നിന്നാണ് ദുസ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് വേണമെന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് പറയുന്നു, ഫസ്തഈദു മിൻ ശർരിഹാ, ആ ദുസ്വപ്നത്തിന്റെ വിപത്തിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടണം. വലാ യദ്കുറുഹാ ലി അഹദിൻ, ആ ചീത്ത സ്വപ്നത്തെ കുറിച്ച് ആരോടും നിങ്ങൾ പറയരുത്, ഒരാളോടും പറയരുത്, രഹസ്യമാക്കി വെക്കണം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസിൽ കാണാ, ഇതിന്റെ അനുബന്ധമായി കൊണ്ടുതന്നെ വിവരിക്കുന്നു, ഉമുനീര് പുറത്തു വരാത്ത തരത്തിൽ 3 പ്രാവശ്യം ഇടത് ഭാഗത്തേക്ക് തുപ്പണം. അതുപോലെ തന്നെ 3 തവണ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം. വൽ യതഹവൽ അൻ ജംബിഹി അല്ലദീ കാന അലൈഹി, കിടന്നിരുന്ന ആ പൊസിഷനിൽ നിന്നൊന്ന് മാറി കിടക്കണം, ഗതി മാറ്റി കിടക്കണം. ഇതൊക്കെ ദുസ്വപ്നങ്ങൾ ഉണ്ടായാൽ അതിനുള്ള ആത്മീയ ചികിത്സകളാകുന്നു. 5 കാര്യങ്ങൾ, ദുഷിച്ച കിനാവ് കണ്ടു കഴിഞ്ഞാൽ 5 കാര്യങ്ങളാണ് അതിനുള്ള ആത്മീയ ചികിത്സകൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. 1, ആ ദുസ്വപ്നത്തിന്റെ വിപത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക. പടച്ചവനെ, ഞാൻ കണ്ടത് വല്ലാത്തൊരു സ്വപ്നമാണ്, ഇങ്ങനെയൊന്നും ഒരിക്കലും ജീവിതത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടാക്കരുത് റബ്ബേ എന്ന് അള്ളാഹുവിനോട് തേടുക. 1, ആരോടും പറയാതെ അത് രഹസ്യമാക്കി വെക്കുക. 2, ഉടനെ ഞെട്ടി ഉണർന്നതാണെങ്കിൽ ഇടതു ഭാഗത്തേക്ക് ഉമിനീര് തരാത്ത തരത്തിൽ 3 പ്രാവശ്യം തുപ്പുക, 3 തവണ അഊദു ചൊല്ലുക. കിടന്ന ആ ഒരു ഗതി മാറ്റി കിടക്കുക. ഒരു ഭാഗത്തിന് മേലാണ് കിടന്നെങ്കിൽ ആ ഭാഗത്തുനിന്ന് മാറി കിടക്കുക, മലർന്നു കിടന്നാണെങ്കിൽ ഒന്ന് ചെരിഞ്ഞു കിടന്നു കൊടുക്കുക, അങ്ങനെ ഗതി മാറ്റി കിടക്കുക. ഈ 5 കാര്യങ്ങൾ സൂക്ഷിക്കുക. ഹദീസ് റിപ്പോർട്ടകരായ പ്രമുഖ സ്വഹാബിയായ അബൂ സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, ദുസ്വപ്നങ്ങൾ എന്റെ ഉറക്കം കെടുത്തിയിരുന്നു, വലിയൊരു ബുദ്ധിമുട്ടായത് എന്റെ ജീവിതത്തിൽ മാറി. എന്നും ദുസ്വപ്നങ്ങൾ കാണുന്നേ, നിങ്ങൾക്കൊക്കെ ഉണ്ടാവുമല്ലോ, എനിക്കുണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ കിടക്കുമ്പോൾ നാം ഓതേണ്ട അല്ലെങ്കിൽ ചൊല്ലേണ്ട നിർദ്ദിഷ്ടമായ ആയത്തുകളും ദിക്റുകളും ചൊല്ലാൻ ഒരു ദിവസം മറന്നുപോയാൽ എന്തെങ്കിലും കയ്യിൽ പിടിച്ചിങ്ങനെ കിടന്ന് വായിക്കുന്നതിനിടയിൽ ചിലപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോവാ, പിന്നെ ചൊല്ലാൻ നേരമില്ലല്ലോ. അങ്ങനെ ഉറങ്ങിപ്പോ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ദുസ്വപ്നങ്ങൾ കാണും, നിങ്ങളും കാണാറുണ്ടാകും. അബൂ സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കിത് വല്ലാത്ത തലവേദനയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഈ ആത്മീയ ചികിത്സകളെ കുറിച്ച് ഞാൻ കേട്ടറിയുകയും അത് പ്രായോഗികമാക്കുകയും ചെയ്തപ്പോൾ പിന്നെ എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല.
പിന്നെ എനിക്ക് സ്വസ്ഥതയുണ്ടായി. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദുസ്വപ്നങ്ങൾ ഒരു നിലക്കും നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുത്തുകയില്ല, നിങ്ങളിൽ അപകടങ്ങൾ വരുത്തുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഉള്ളത് നാം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും പ്രയോഗിക്കുകയും വേണം. ഉള്ളത് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം പൂർണ്ണമായി മാറി നിൽക്കുകയും വേണം. ഉള്ളത് ഉള്ളതായി അംഗീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതൊക്കെ നാം അനുസരിക്കണം, അംഗീകരിക്കണം. മാ അതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫന്തഹു. നബി തങ്ങൾ എന്ത് പറഞ്ഞോ അത് പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വിശ്വസിക്കന്നെ. അത് അന്ധമായിട്ടാണെങ്കിൽ അന്ധമായിട്ട് തന്നെ. എന്റെ തലയെ കൊള്ളണില്ലല്ലോ, അതുകൊണ്ട് നബി പറഞ്ഞത് ശരിയാവൂലല്ലോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്റെ തലയെ കൊള്ളൂല എന്ന് മനസ്സിലാക്കുക. എന്നാൽ പലരുടെയും തലയിൽ കൊള്ളുന്നുണ്ട്, അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്ന് ഗ്രഹിച്ചിട്ട് അത് അങ്ങനെ അപ്പാടെ വിഴുങ്ങന്നെ വേണം. അതാ അള്ളാഹു പറഞ്ഞത്. നബി തങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവന്നത്, നിങ്ങളോട് പറഞ്ഞത്, കാണിച്ചു തന്നത് ഫഖുദു, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. വിലക്കിയതൊക്കെ തന്നെ നിങ്ങൾ തട്ടിമാറ്റണം. എത്രത്തോളം അത്ഭുതം തോന്നും. ബുദ്ധിയും വിവേകവുമൊക്കെ തന്ന മനുഷ്യരായ നമുക്ക് കാണാൻ പറ്റാത്തതൊക്കെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഇതര ജീവജാലങ്ങളും ജന്തുക്കളും കാണുന്നുണ്ട് അത്രേ. ഇപ്പൊ മലക്കിനെ നാം കണ്ടിട്ടില്ലല്ലോ, ഇല്ല. സഹാബികളൊക്കെ മനുഷ്യരൂപത്തിൽ തിരുസന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ട മാലാഖമാരെ കണ്ടതായിട്ട് ഹദീസിലും ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. നമ്മളാരും മലക്കിനെ കണ്ടിട്ടില്ല. ശൈത്താനെയും നമ്മിൽ എല്ലാവരും ഒന്നും കണ്ടിട്ടില്ല, അല്ലെ? മനുഷ്യ ശൈത്താനെ മിക്കോരൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടാവും. കാരണം സ്വന്തം ശൈത്താനാകുമ്പോൾ പിന്നെ പുറത്ത് കാണാൻ പോകേണ്ട കാര്യമില്ലല്ലോ. ഏതായിരുന്നാലും പിശാചിനെയും മലക്കിനെയും നമ്മുടെ കൂടെ ജീവിക്കുന്ന ഇതര ജന്തുക്കൾ കാണുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വെച്ചാൽ ഞാനിത് ഉദാഹരണമായി പറയുന്നത് പ്രസിദ്ധമായ ഹദീസുകൾ, സ്വഹീഹായി സ്ഥിരപ്പെട്ട് ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഹദീസുകൾ. ആ ഹദീസുകൾ നാം കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കണം, അത് ഉൾക്കൊള്ളണം. നബി തങ്ങൾ പറയുന്നു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, ഇദാ സമിഅ്തും, നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, കോഴിയുടെ കൂവൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, ദീക്കത്തി, കോഴിയുടെ കൂവൽ, സിയാഹദ്ദീക്കത്തി, ഇദാ സമിഅ്തും സിയാഹദ്ദീക്കത്തി, കോഴി കൂവുന്നത് നിങ്ങൾ കേട്ടാൽ, വെറുതെ നിന്നിട്ട് കോഴി ഇങ്ങനെ കൂവ. എന്നാൽ ഫസ്അലുല്ലാഹ മിൻ ഫളിഹി, അള്ളാഹുവിനോട് അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ചോദിക്കണം. പടച്ചവനെ നിന്റെ ഔദാര്യം താ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ട്? ലിഅന്നഹാ റഅത് മലകാ, ആ കോഴി അപ്പോൾ മലക്കിനെ കണ്ടിരിക്കുന്നു. വഇദാ സമിഅ്തും നഹീഖൽ ഹിമാരി, കഴുത കരയുന്നതും വെപ്രാളപ്പെടുന്നതും ഭയപ്പെടുന്നതും കണ്ടു കഴിഞ്ഞാൽ ഫസ്തഈദു മിനശ്ശൈത്വാനിർ റജീം, ഉടനെ തന്നെ നിങ്ങൾ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം. കാരണം ലിഅന്നഹു റആ ശൈത്വാനാ. ഒരു റിവായത്തിൽ കാണാം, പട്ടി ആവശ്യമില്ലാതെ, ആളെ കണ്ടാ കുരക്കും, ആവശ്യമില്ലാതെ പട്ടി നിന്നിട്ട് വിരളി പൂണ്ട് കുരക്കുന്നത് കണ്ടാൽ ഫസ്തഈദു മിനശ്ശൈത്വാനിർ റജീം, നിങ്ങൾ അഊദു ചൊല്ലണം. കാരണം ലിഅന്നഹു റആ ശൈത്വാനാ, ആ ജീവി, കഴുത അല്ലെങ്കിൽ പട്ടി, ശൈത്വാനിനെ, പിശാചിനെ കണ്ടിരിക്കുന്നു. റവാഹുൽ ബുഖാരി. അപ്പൊ ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞു തന്നപ്പോ നമുക്കത് എന്താ നമ്മളാണ് കാണാത്തത്? ഈ കഴുതക്കപ്പ കാണാൻ പറ്റുന്നത്, എന്നാ ഈ ഇരിക്കാലി കഴുതക്കത് കാണാൻ പറ്റൂലേ എന്നിത്യാദി ചോദ്യത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. നബി തങ്ങൾ പഠിപ്പിച്ചു തന്നത് എന്ന് വെച്ച് അന്ധവിശ്വാസങ്ങളുടെ പിറകെ, അബദ്ധധാരണകളുടെ പിറകെ ഒരിക്കലും സത്യവിശ്വാസി പോയിക്കൂടാ. ഒരു ഉദാഹരണം, ഈ പ്രേതത്തിലുള്ള വിശ്വാസം. പ്രേതമുണ്ട് എന്ന് പറയുന്നു, അതൊരു അബദ്ധാണ്. ഞാൻ പറഞ്ഞു വരാം. പ്രേതം എന്താണ്? പ്രേതം പരക്കെ ആ വിഷയകമായിട്ടുള്ള ധാരണ എന്താ? മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഗതികെട്ട് ഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് സഞ്ചരിക്കുന്നതാണ് പ്രേതം. മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കള്, പരേതാത്മാക്കള് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നതാണ് പ്രേതം. ഇതാണ് പൊതുവായിട്ടുള്ള ധാരണ. ഇത് തെറ്റാണ്. ഇത് സുന്നത്തിന്, പ്രവാചകാധ്യാപനങ്ങൾക്കെതിരാണ്. അത് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. എന്തൊക്കെ അബദ്ധങ്ങളാ നമ്മുടെ കൗമിലുള്ളത്. ഈയിടെ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ കാണുകയാണ്, ഒരു മരിച്ചുപോയ വീടാന്ന് കരുതിക്കോളൂ. ഇപ്പൊ മരിച്ചുപോയ പരേതാത്മാക്കൾ വീട്ടിൽ വരുന്നുള്ള വിശ്വാസം, ഇതൊക്കെ ഹൈന്ദവ വിശ്വാസമാണ്, അല്ലെങ്കിൽ ജാഹിലീയത്തിന്റെ വികലമായ വീക്ഷണങ്ങളാണ്. മരിച്ചുപോയ ഒരാൾ ഒരു വീട്ടിൽ നിന്ന് മരിച്ചു പോയാല് മയ്യത്ത് കുളിപ്പിച്ച ആ മുറിയിൽ 40 ദിവസം വെള്ളം വെക്കണം, കിണ്ടിയിൽ.
പിന്നെ ആ വീട്ടിലെ രാത്രി ഒരിക്കലും ലൈറ്റ് അണക്കാൻ പാടില്ല. നേരം പുലരുവോളം വെളിച്ചം സൂര്യപ്രകാശം വരുന്നത് വരെ ലൈറ്റ് കത്തിക്കണം. 40 ദിവസം പുകക്കണം. ഇത് പുറത്തൊരു കൗമിലല്ല, മുസ്ലിം വിഭാഗത്തില്, നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ കുടുംബങ്ങളിൽ, വീടുകളിൽ എന്തിനാ അത് ചെയ്യുന്നത്? ചിലർ പറയും അറിയാൻ പാടില്ല, വീട്ടിലെ പെണ്ണുങ്ങൾ ചെയ്തു, അവിടുത്തെ പുരുഷന്മാരങ്ങനെ. സ്ത്രീകളോട് ചോദിച്ചാലോ അവരെ ധാരണ അതാണ്. ഈ മരിച്ചുപോയി കുഴിച്ചിട്ടെങ്കിലും കണ്ടന്തറ പള്ളി പറമ്പിലാണെങ്കിലും വല്ലത്താണെങ്കിലും ഈ സാധനം രാത്രി ഇങ്ങനെ വരും. ഈ വരികയാണെങ്കിൽ എന്തിനാ ഇതിനൊരു വെള്ളം? എന്തിനാ വെള്ളം? എന്തിനാ വെളിച്ചം? ഹറാം. ഇളാഅത്തുൽ മാൽ, അനാവശ്യമായി വൈദ്യുതി ദുരുപയോഗപ്പെടുത്തുന്നത് ഹറാം. ആ മയ്യിത്തിന്റെ പേരിലാണ് ദുരുപയോഗം നടക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ആ മയ്യിത്തും ഇക്കാര്യത്തിൽ ശിക്ഷിക്കപ്പെട്ടേക്കാം. കാരണം എന്താ? മരിച്ചുപോയ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ ഇങ്ങനത്തെ അബദ്ധങ്ങളിൽ നിന്ന് മക്കളെ എന്താകണല്ലോ, തടയണമല്ലോ, പഠിപ്പിച്ചു കൊടുക്കണമല്ലോ ദീന്. ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മക്കളെ മോചിപ്പിക്കണമല്ലോ, അതിന്റെ ഉത്തരവാദിത്തം അവർക്കുണ്ടല്ലോ. അതുകൊണ്ട് വളരെ ഗൗരവമായി നാം ഇതെടുക്കണം. ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അവരാത്മാക്കളൊന്നും എങ്ങോട്ടും പോവില്ല. മരിച്ചുപോയവരുടെ ആത്മാക്കൾ എന്താണ് ആകുന്നത്? വളരെ വ്യക്തമായി തന്നെ മുസ്തഫായ നബി തങ്ങൾ നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ വിഷയകമായി പരാമർശങ്ങൾ ഉണ്ടല്ലോ. മരിച്ചുപോയ ആത്മാക്കൾക്ക്, പരേതാത്മാക്കൾക്ക് ഭൂമിയിലൂടെ ഗത്യന്തരമില്ലാതെ നട്ടം തിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. അതൊരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഒരു സുദീർഘമായ ഹദീസ് കാണാം. അൻ യഅല ബിൻ മുറാർ റളിയല്ലാഹു അനിൽ ബറാഇ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു. ബറാഇ ബിൻ ആസിബ് എന്ന സ്വഹാബി പറയുകയാണ്. എന്താണ് ആ സ്വഹാബി പറയുന്നത്? ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജിനാസത്തി റജുലിൻ മിനൽ അൻസാർ. മദീനക്കാരനായ അൻസാരികളിൽപ്പെട്ട ഒരു സഹോദരൻ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു സഹോദരൻ മരണപ്പെട്ടപ്പോൾ ഞങ്ങളും നബിയും ആ ജനാസയെ അനുഗമിച്ചുകൊണ്ട് നടന്നു നീങ്ങി. മയ്യിത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞു. ജനാസയുടെ ശേഷക്രിയകളൊക്കെ ഭംഗിയായി നിർവഹിച്ചു. അൻസാരിയായ മനുഷ്യനാണ് മരിച്ചത്. ഞങ്ങൾ നബിയുടെ പിറകിൽ അവിടത്തെ സംസാരങ്ങളും ചലനങ്ങളും വീക്ഷിച്ചുകൊണ്ട് ഞങ്ങളൊക്കെയുണ്ട്. ബറാ ഇബ്നു ആസിബ് എന്ന സ്വഹാബി പറയാണ്. അങ്ങനെ ഫന്തഹൈനാ ഇലൽ ഖബർ, ഞങ്ങൾ ഖബറിന്റെ ചാരത്തെത്തി. നമസ്കാരം കഴിഞ്ഞ് ശ്മശാനത്തിൽ ഈ അൻസാരിയായ സഹോദരന്റെ ബോഡി മയ്യിത്ത് കൊണ്ടുപോയി ഇറക്കി വെച്ചു. ഫലമ്മാ യുൽഹദ്, ഖബറിന്റെ പണി പൂർത്തിയായപ്പോ, യുൽഹദ്, ലഹദ് ഖബറാണ് അറേബ്യയിൽ പഴയ കാലത്തുണ്ടായിരുന്നത്. ഖബറിന് 2 രൂപമുണ്ട് ഖബർ വെട്ടുന്നതിന്. ഒന്ന് നമ്മുടെ നാട്ടിലുള്ളത് പോലെ തന്നെയുള്ള രൂപം, ആദ്യം ഒരു മേൽക്കുഴി, പിന്നെ ഒരു കീഴ്ക്കുഴി, ഇങ്ങനെ, പിന്നെ കല്ലോ പലകയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പാക്കിട്ടിട്ട് അങ്ങനെയുള്ള രീതി. അറേബ്യയിൽ അക്കാലത്ത് ഉണ്ടായിരുന്നതും ഏറ്റവും അഫ്ളലായതുമായ രൂപം ലഹദാണ്. അതെങ്ങനെ? നേരെ ഒരു കുഴി വെട്ടുക, നേരെ ഒരു കുഴി വെട്ടിയിട്ട് ആ കുഴിയിൽ ഇറങ്ങി നിന്നിട്ട് ഒരു ഭാഗം തുരക്കുക, മണ്ണ് തുരന്നിട്ട് ഒഴിവാക്കുക. നല്ലൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് മയ്യത്തിനെ അതിൽ കയറ്റി വെച്ചിട്ട് മണ്ണിട്ടിട്ട് എന്താകുക, അടക്കുക. നല്ല സേഫ്റ്റിയാണ്. കാരണം എന്താ? മയ്യത്ത് കിടക്കുന്നതിന്റെ മുകൾ ഭാഗം ഉറച്ച മണ്ണായി തന്നെ നിലകൊള്ളും. ഇതാണ് ഇതിലുള്ള കാരണം. ലഹദ്. ഫലമ്മാ യുൽഹദ്, ഖബറിന്റെ പടിയൊക്കെ പൂർത്തിയായപ്പോ ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറവ് ചെയ്യുന്ന കാര്യം പൂർത്തിയായപ്പോ നബി തങ്ങൾ അവിടെ ഇരുന്നു. ഇരുന്നാ പിന്നെ ഞങ്ങളാരും നോക്കി വെക്കൂലല്ലോ. ഓഫീസിൽ പോകാൻ ടൈമായി, കച്ചവടത്തിന് പോകാൻ ടൈമായി എന്ന് പറഞ്ഞിട്ട് ഓടൂലല്ലോ. ആ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി നബി തങ്ങളുടെ ചാരത്ത് ഞങ്ങളൊക്കെ അങ്ങ് വട്ടത്തിലിരുന്നു. ഇരുന്നപ്പോ സുമ്മക്കാല, ഒരു ഖബറിന്റെ പണിയൊക്കെ പൂർത്തിയായിട്ട് പിന്നെ നബി പറയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശ്വാസികളായ എന്റെ സ്നേഹിതന്മാരെ, നിങ്ങൾ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ജീവിതകാലത്ത് എപ്പോഴും അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ടിരിക്കണേ. ഖബറിലെ ശിക്ഷയിൽ നിന്ന് മോചനം തേടിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണേ. ആ സമയം, ആ ഘട്ടം നാം മനസ്സിലാക്കണം. എന്നിട്ട് പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുഅ്മിന, ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നതെന്നിലേക്കുള്ള സൂചനയാണ്. ഇന്നൽ അബ്ദൽ മുഅ്മിന, വിശ്വാസിയായ ഒരു അടിമ, ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയാ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ, ഈ ലോകത്ത് നിന്ന് വേർപിരിയുന്ന ഘട്ടമായി കഴിഞ്ഞാൽ,
വഇഖ്ബാലിൻ മിനൽ ആഖിറ, പാരത്രിക ലോകത്തേക്ക് കടന്നു ചെല്ലാൻ സമയമായി കഴിഞ്ഞാൽ, ഈ ലോകം വിട്ടുപിരിഞ്ഞ് പരലോകത്തേക്ക് പോകാൻ സമയമായി കഴിഞ്ഞാൽ അവൻ, ആ മനുഷ്യൻ, സമയം നിർണയിക്കപ്പെട്ട മനുഷ്യൻ സ്വാലിഹായ അബ്ദാണെങ്കിൽ, സത്യവിശ്വാസിയാണെങ്കിൽ, നസല ഇലൈഹി മലായികത്തുസ് സമാ, അവന്റെ മരണം നടക്കുന്നതിന്റെ മുമ്പ് വാനലോകത്ത് നിന്ന് അനുഗ്രഹീതരായ മാലാകമാർ ഇറങ്ങി വരും. ബീളുൽ വുജൂഹ് കഅന്ന വുജൂഹഹുമുശ് ശംസ്, ആ മാലാകമാരുടെ മുഖം സുസ്മേരവദനമായിരിക്കും, വെളിച്ചം പകരുന്ന, കഅന്ന വുജൂഹഹുമുശ് ശംസ്, സൂര്യപ്രകാശം പോലത്തെ പ്രകാശമുള്ള മുഖങ്ങളുമായി അനുഗ്രഹീതരായ മാലാകമാർ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിൽ, ആശ്വാസം പകരുന്ന തരത്തിൽ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഹത്താ യജ്ലിസു മിൻഹു മദ്ദൽ ബസർ, കണ്ണെത്തും ദൂരത്തവർ ഇരിപ്പ് ഉറപ്പിക്കും. സമയായ ഈ സത്യവിശ്വാസിയുടെ ദൃഷ്ടിയെത്തുന്ന ഭാഗത്ത് ആ മലക്കുകൾ ഇരിക്കും. വമഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്നാ, നബി തങ്ങൾ വിവരിക്കുകയാണ്, അനുഗ്രഹീതരായ റഹ്മത്തിന്റെ മാലാകമാർ ഇറങ്ങി വരുമ്പോ വമഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്നാ, സ്വർഗീയ പുടവകൾ അവരുടെ പക്കലുണ്ടാകും. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗീയ പരുത്തികളും പഞ്ഞികളും അവരുടെ കൈവശമുണ്ടാകും. എന്നിട്ട് അവരവിടെ ഇരിക്കും. അവർ ഇരുന്ന് കഴിഞ്ഞാൽ സുമ്മ യജീഉ മലക്കുൽ മൗത്തി അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നെയാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. വന്നിട്ട് ഫയജ്ലിസു ഇൻദ റഅസിഹി, മരണാസന്നനായ സത്യവിശ്വാസിയുടെ തലയുടെ ഭാഗത്ത് മലക്കുൽ മൗത്ത് ഇരുന്നിട്ട് പറയും, ഫയഖൂൽ യാ അയ്യത്തുഹൻ നഫ്സുത് ത്വയ്യിബ ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ. ഈ സത്യവിശ്വാസിയുടെ ചാരത്ത് വന്ന് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം പറയുമത്രേ, ഉഖ്റുജി യാ അയ്യത്തുഹൻ നഫ്സുത് ത്വയ്യിബ, അല്ലയോ പരിശുദ്ധമായ ആത്മാവേ, അല്ലാഹുവിന് കീഴൊതുങ്ങിയ ജീവനെ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, പുറത്തു പോരൂ, ജഡക്കൂട്ടിൽ നിന്ന്, ഈ ശരീരമാകുന്ന കൂട്ടിൽ നിന്ന് പുറത്തു പോരൂ. എങ്ങോട്ട്? ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിന്റെ ക്ഷമയുടെ ലോകത്തേക്ക്, അല്ലാഹുവിന്റെ പാപമോചനത്തിന്റെ ലോകത്തേക്ക്, വറിദ്വാൻ, പടച്ച തമ്പുരാന്റെ സന്തോഷത്തിന്റെ, പൊരുത്തത്തിന്റെ, സംതൃപ്തിയുടെ ലോകത്തേക്ക് ആത്മാവേ കടന്നു വരൂ. മലക്കുൽ മൗത്ത് വിളിക്കുമത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആ സമയത്ത് സത്യവിശ്വാസിയുടെ ആത്മാവ് വെളിയിൽ വരുന്ന രംഗം ഉദാഹരണ സഹിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഫതഖ്റുജു, ജഡക്കൂട്ടിൽ നിന്ന് ആ നല്ല ആത്മാവ് വെളിയിൽ വരും. തസീലു, ഒഴുകിക്കൊണ്ടാണ് പുറത്തു വരുന്നത്. കമാ തസീലുൽ ഖത്റതു മിൻ ഫിസ്സിഖാ, അറബികളോടാണ് പറയുന്നത്. അറേബ്യയിൽ വെള്ളം ഒഴിച്ചു വെക്കാൻ തോൽപാത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ തോൽപാത്രം വെള്ളം നിറച്ചു വെക്കാൻ മാത്രം ഉപയോഗിക്കുന്ന തോൽപാത്രമാണ് സിഖാ. എങ്ങനെയാണ് ഈ ജഡത്തിൽ നിന്ന്, ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു വരുന്നതെന്നോ, വെള്ളത്തുള്ളികൾ വെളിയിൽ വരുന്നത് പോലെ, മിൻ ഫിസ്സിഖാ, നാം സാധാരണ വെള്ളം സൂക്ഷിച്ചു വെക്കാറുള്ള തോൽപാത്രത്തിന്റെ വായിലൂടെ, കിണ്ടിയുടെ ആ വായിലൂടെ പുറത്തു വരുന്നത് പോലെ എന്ന് നമുക്ക് പറയാം നമ്മുടെ ഉദാഹരണത്തില്. അങ്ങനെ പുറത്തു വരുന്നതാണ്. വളരെ സുഗമമായ രീതിയിൽ വെള്ളമൊഴുകുന്നത് പോലെ ശരീരത്തിൽ നിന്ന് പരിശുദ്ധ ആത്മാവ് പുറത്തു വരും. ഫയഖുദുഹാ, മലക്കുൽ മൗത്ത് അത് പിടിക്കും. പിടിച്ചിട്ട് നേരത്തെ ഹാജരായിരുന്ന സ്വർഗീയ പുടവകളുമായി, പരുത്തികളുമായി, ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന മാതിരത്തെ പരുത്തിയും തുണിയൊന്നും ആയിരിക്കൂല കേട്ടോ. ഇത് ഏത് ടെക്സ്റ്റൈൽസ് നിന്ന് വാങ്ങുന്ന ഇവര് എന്ന് തുണി ഇപ്പൊ കാണാൻ പറ്റുന്ന തുണിയാവൂല. സ്വർഗീയ അത് വേറൊരു അവസ്ഥയാണ്. ആലമുൽ ബർസഖ് നമുക്കറിയില്ല. നമ്മുടെ ചിന്തയ്ക്കും ഭാവനയ്ക്കും ദൃഷ്ടിക്കും ബുദ്ധിക്കുമൊക്കെ അതീതമായ സംഭവമാണത്. നേരത്തെ വന്ന് ഹാജരായ മലക്കുകൾ കൊണ്ടുവന്ന സ്വർഗീയ പുടവയിൽ പരുത്തിയില്ല പരിശുദ്ധമായ ആത്മാവ് പൊതിയുമ്പോൾ അവിടെ കസ്തൂരിയുടെ സുഗന്ധം അടിച്ചു വീശുമത്രേ.
എന്നിട്ട് അനുഗ്രഹീതരായ മാലാകമാർ നല്ല വിശ്വാസിയുടെ ആത്മാവും കൊണ്ട് ആകാശ ലോകങ്ങളിലേക്ക് ഉയർന്നു പോകുമ്പോ ഉടനെ തന്നെ വാനലോകത്തുള്ള മലക്കുകളുടെ മാലാകമാരുടെ സമൂഹം വിളിച്ചു ചോദിക്കുമത്രേ, ആരുടേതാണ് ഈ പരിശുദ്ധ ആത്മാവ്? എന്തൊരു സൗരഭ്യമാണ്, എന്തൊരു നല്ല സുഗന്ധമാണ്. ആരുടെ, ഏത് മനുഷ്യന്റെ ആത്മാവാത്? വാനലോകത്തുള്ള മലക്കുകൾ വിളിച്ചു ചോദിക്കുമത്രേ. ഫയഖൂലൂൻ ഫുലാൻ ഇബ്നു ഫുലാൻ ബിഅഹ്സനി അസ്മാഇഹി അല്ലതി യുസമ്മൂന ബിഹാ ഫിദ്ദുനിയാ. ഈ മനുഷ്യന് പല പേരും ദുനിയാവിലുണ്ടായിരുന്നു. മുഹമ്മദ് എന്ന് പേരുണ്ടായിരുന്നു, പിന്നെ മലമ്പാമ്പ് എന്ന് പേരുണ്ടായിരുന്നു, പഴമറിഞ്ഞവൻ എന്ന് പേരുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പേരുണ്ടായിരുന്നു. ബി അഹ്സനി അസ്മാഇഹി അല്ലതി യുസമ്മൂന ബിഹാ ഫിദ്ദുനിയാ. ദുനിയാവിൽ അയാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അയാളെ പേര്, അറിയപ്പെടുന്ന പേര്, ആ പേര് മലക്കുകളോട് മറ്റു മലക്കുകൾ പറഞ്ഞു കൊടുക്കും. ഇന്നയാളാ, ഇന്ന വ്യക്തിയുടെ മകനാ, അദ്ദേഹത്തിന്റെ ആത്മാവാണ്, മർഹബൻ. വാനലോകത്തുള്ള മാലാകമാരൊക്കെ സ്വാഗതം പറയും ഈ ആത്മാവിന്. അങ്ങനെ 7ാം ആകാശത്തിലെത്തുമ്പോൾ ഫയഖൂലുല്ലാഹു തബാറക വതആല, രാജാതിരാജനായ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത്, അർശിൽ ഉപവിഷ്ടനായ റബ്ബുൽ ഇസ്സത്ത് അവിടെ വെച്ച് വിളിച്ചു പറയുമത്രേ, ഉക്തുബൂ കിതാബ അബ്ദീ ഫീ ഇല്ലിയീൻ. ഈ പരിശുദ്ധമായ ആത്മാവിനെ നിങ്ങൾ ഇല്ലിയീനിൽ രേഖപ്പെടുത്തൂ. ഇവന്റെ രേഖകൾ, ഇവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇല്ലിയീനിൽ രേഖപ്പെടുത്തൂ. അവിടെയാണ് അവന്റെ അഭയകേന്ദ്രം, അവിടെയാണ് അവന്റെ സങ്കേതം, അവിടെയാണ് ആ ആത്മാവിന്റെ വിശ്രമസ്ഥാനം. അള്ളാഹു പറയും. അങ്ങനെ ഇല്ലിയീനിന്റെ ആനന്ദത്തിൽ മതിമറന്ന് ആ സ്വർഗീയ അനുഭൂതിയിലാണ് സത്യവിശ്വാസികളുടെ ആത്മാക്കൾ നിലകൊള്ളുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഖബറുമായിട്ട് ഈ ആത്മാവിന് കണക്ഷൻ കൊടുക്കും. അതും ആ ഹദീസിന്റെ വിശദമായ ഭാഗങ്ങളിൽ കാണാം. ഖബറുമായിട്ട്, അതിലുള്ള ജഡവുമായിട്ട്, ചിന്നിച്ചിതറി ജീർണിച്ചു പോയ മണ്ണുമായിട്ടും ഖബറിലുള്ള അസ്ഥികൂടങ്ങളുമായിട്ടൊക്കെ ഈ ആത്മാവിന് കണക്ഷൻ കൊടുക്കും. എന്നിട്ട് ഖബറിൽ വെച്ച് തന്നെ ഇല്ലിയീനിന്റെ പരമാനന്ദം അനുഭവിച്ച് ഖിയാമം വരെ അദ്ദേഹം ഖബറിൽ കഴിച്ചുകൂട്ടുമെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസിയുടെ ആത്മാവ് ഒരിക്കലും ഇങ്ങനെ ഗതികെട്ടലയൊന്നുമില്ല. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നൽകും അല്ലാഹു, അതൊക്കെ ശരിയാ. സഞ്ചാര സ്വാതന്ത്ര്യം നൽകുമെന്നതിലേക്ക് വെളിച്ചം നൽകുന്ന ധാരാളം ഹദീസുകൾ കാണാം. എന്തൊക്കെയായാലും സത്യവിശ്വാസിയുടെ ആത്മാവ് ഇല്ലിയീനിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി മോശപ്പെട്ടവനാണെങ്കിലോ, മോശപ്പെട്ടവന്റെ മരണസമയം എത്തിക്കഴിഞ്ഞാൽ ഒരു വിഭാഗം ഗൗരവക്കാരായ മലക്കുകൾ ആദ്യം ഇറങ്ങി വരും. അവരുടെ കയ്യിൽ കട്ടികൂടിയ പരുത്ത ഒരു പുതപ്പുണ്ടാകും. ഉടനെ മലക്കുൽ മൗത്ത് വന്നു പറയും, വളരെ മ്ലേച്ഛമായ വൃത്തികെട്ട ആത്മാവേ പുറത്തു വരൂ. അത് പുറത്ത് വന്നു കിട്ടൂല. ആ സമയത്ത് മുള്ളിൽ കുളത്തിയ വസ്ത്രം വലിച്ചു കീറുന്നത് പോലെ ഈ അസത്യവാദിയുടെ, നന്ദികെട്ട മനുഷ്യന്റെ തെമ്മാടിയുടെ ശരീരത്തിൽ നിന്ന് മുള്ളിൽ കുളത്തിയ വസ്ത്രം വലിച്ചു കീറുന്നത് പോലെ ആ ശരീരത്തിൽ നിന്ന് മലക്കുൽ മൗത്ത് ആത്മാവ് പിടിച്ചു വലിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഉടനെ തന്നെ നേരത്തെ വന്ന മലക്കുകൾ കൊണ്ടുവന്ന പരുത്ത പുതപ്പിൽ പൊതിഞ്ഞ് വാനലോകത്തേക്ക് മലക്കുകൾ ഉയർന്നു പോകുമ്പോ അവിടെയുള്ള മലക്കുകൾ പറയുമത്രേ, അസഖ്യമായ ദുർഗന്ധം തന്നെ, ഭൂമിയിൽ ഒരു ശവത്തിനുമില്ലാത്ത ദുർഗന്ധമാണല്ലോ ഈ കെട്ടുപോയ ആത്മാവ് ആരുടേതാണെന്ന് വാനലോകത്തുള്ള മലക്കുകൾ ചോദിക്കുമ്പോ, ദുന്യാവിൽ ഇദ്ദേഹം ഏറ്റവും വെറുക്കുന്ന പേര് ഇയാൾക്കുണ്ടെങ്കിൽ ആ പേര് വെച്ച് അവിടെ വിളിച്ചു പറയുകയും മാത്രമല്ല, വാനലോകത്തുള്ള കവാടങ്ങളൊന്നും തന്നെ ഈ മ്ലേച്ഛമായ ആത്മാവിന് വേണ്ടി തുറക്കപ്പെടുകയില്ല. ഉന്നതമായ അത്യുന്നതങ്ങളിലേക്ക്, വാനലോകത്തേക്ക് ഈ മ്ലേച്ഛമായ ആത്മാവുമായി അദാബിന്റെ മലക്കുകൾ കേറിപ്പോകുമ്പോ വാനലോകം ഈ ആത്മാവിന് വേണ്ടി കവാടം തുറന്നു കൊടുക്കൂല. ഇത് ഹദീസിൽ മാത്രമല്ല, ഖുർആനിലുണ്ട് ഈ സംഭവം. ഖുർആനിലുണ്ട്. സൂറത്തുൽ അഅറാഫിന്റെ 40-ാമത്തെ ആയത്തെടുത്തൊന്ന് വായിച്ചു നോക്കൂ ഒഴിവുണ്ടെങ്കിൽ. ഇന്നല്ലദീന കല്ലബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ. അല്ലാഹുവിന്റെ വചനമാണ് പറയുന്നത്. ഇന്നല്ലദീന കല്ലബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ,
അള്ളാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും പുച്ഛമായി അവഗണിക്കുകയും അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി പ്രസംഗിച്ചു തന്നപ്പോ അതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞ് അവജ്ഞയോടെ തള്ളുന്ന ആളുകൾ, പ്രവാചകരുടെ അധ്യാപനങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തള്ളിയ ആളുകൾ, വസ്തക്ബറു അൻഹാ എന്ന് പറഞ്ഞാൽ അതാ അഹങ്കാരത്തോടെ അതിനെ തള്ളുന്നവൻ. ഞാൻ ആരാ? അങ്ങനത്തെ അബദ്ധമൊന്നും വിശ്വസിക്കേണ്ട ആളല്ലല്ലോ ഞാൻ എന്ന മഹാൻ. ഇന്നല്ലദീന, ശരിക്കും മനസ്സിലാക്കണം, ഇന്നല്ലദീന കല്ലബൂ ബിആയാതിനാ, നമ്മുടെ വചനങ്ങളെ കളവാക്കുന്ന വിഭാഗം, അത് കളവാണെന്ന് പറയുന്നവർ, വസ്തക്ബറു അൻഹാ, അഹങ്കാരത്തോടെ അവകളെ ആയാത്തുകളെ തള്ളുന്ന വിഭാഗം, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അത്തരത്തിലുള്ള വക്താക്കൾക്ക് വേണ്ടി അവരുടെ ആത്മാക്കൾ കടന്നു വരുമ്പോ അത് അവകൾക്ക് വേണ്ടി ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. ലാ തുഫത്തഹു ലഹും, അത്തരക്കാർക്ക് വേണ്ടി തുറന്നു വെക്കൂല, തുറന്നു കൊടുക്കൂല. അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ. എന്നിട്ട് അല്ലാഹു പറയുന്നത് വളരെ ചിന്താർഹമാണ്, വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സാധാരണ സ്വർഗത്തിൽ പ്രവേശിക്കൂല, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്, അല്ലെങ്കിൽ കാഠിന്യമേറിയ ഗൗരവമേറിയ അദാബുണ്ട് എന്നൊക്കെ പറയും അള്ളാഹു. ഇവിടെ അങ്ങനെയൊന്നല്ല പറഞ്ഞത്, ഇവിടെ വേറൊരു ശൈലിയിലാ പറഞ്ഞത്, വേറൊരു ശൈലിയിൽ. എന്നെങ്ങനെ ശൈലി? വലാ യദ്ഖുലൂനൽ ജന്ന, അത്തരത്തിലുള്ള ആളുകൾ, ദുഷിച്ച ആത്മാവിന്റെ ഉടമസ്ഥരായ ആളുകൾ, ആ ആത്മാവുകൾ സഹിതം ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നത് പോലെ അസംഭവ്യമാണ് അവരുടെ സ്വർഗപ്രവേശനം. അവരെപ്പോഴാ സ്വർഗത്തിൽ പോവാ? സൂചിയുടെ ചെറിയ നിസാരമായ ദ്വാരത്തിലൂടെ ഒട്ടകം കേറുന്നത് വരെ അവർ സ്വർഗത്ത് പോവില്ല. അതെന്തെങ്കിലും കേറൂ? അള്ളാഹുവിന്റെ കുദ്റത്ത് പോലും അതുമായി ബന്ധിക്കൂല എന്നാണ് മഹത്തുക്കളായ ഉലമാവ് പറഞ്ഞത്. അഖലിയായ മുഹാൽ, ബുദ്ധിപരമായി അസംഭവ്യമായ കാര്യങ്ങളുമായി അള്ളാഹുവിന്റെ കുദ്റത്ത് പോലും ഇടപെടൂല. സൂചിയുടെ പഴുതിലൂടെ ഒരു പക്ഷേ ഒട്ടകത്തെ അള്ളാഹു കേറ്റു. എങ്ങനെ? ഒട്ടകത്തെ ഉറുമ്പിലേറെ ചെറുതാക്കി ചുരുക്കിയിട്ട് കേറ്റു അള്ളാഹു അതിന് കഴിയും, സാധിക്കും ചെയ്യും, അങ്ങനെ ചെയ്തേക്കാം. അല്ലെങ്കിൽ ഒട്ടകം അതിൻ്റെതായ വലിപ്പത്തിൽ നിലകൊള്ളവേ സൂചിയുടെ ദൂരത്തെ കുൻ എന്ന് പറഞ്ഞിട്ട് വലുതാക്കാം, എന്നിട്ട് കയറ്റാം. എന്നതല്ലാതെ സൂചിയുടെ ആ ചെറിയ ഹോള്, ചെറിയ ദ്വാരം, അത് അതേ വലുപ്പത്തിൽ നിലകൊണ്ട്, ഒട്ടകം അതേ വലുപ്പത്തിൽ നിലകൊണ്ട് കേറൽ അഖലൻ മുഹാലാണ്, ബുദ്ധിപരമായി അസംഭവ്യമാണ്. ഇതുപോലെ ബുദ്ധിപരമായി അസംഭവ്യമായ അഖലിയായ മുഹാല് പോലെ സൂചിപ്പഴുതിലൂടെ ഒട്ടകം കേറുന്നത് വരെ അത്തരക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കദാലിക നജ്സിൽ മുജ്രിമീൻ, അക്രമികൾക്ക് നാം പകരം കൊടുക്കുന്നത് അതാണ്. ഏത്? സ്വർഗപ്രവേശനം ഒരിക്കലും ഉണ്ടാവില്ല, നിഷേധിക്കപ്പെടും. അവരെ സ്വീകരിക്കാൻ ആകാശ കവാടങ്ങൾ ഒരിക്കലും തുറന്ന് കിട്ടൂല. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ആകാശലോകങ്ങളിലേക്ക് ആ ആത്മാവിന് കയറിപ്പോകാൻ പറ്റാത്ത അവസരത്തിൽ ഉടമസ്ഥനായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് അർശിൻ മുകളിൽ നിന്ന് പ്രഖ്യാപിക്കും, ഉക്തുബു കിതാബഹു ഫീ സിജ്ജീൻ. ഇങ്ങോട്ട് വരണ്ട, ഇവിടൊക്കെ അനുഗ്രഹീതരായ മലക്കുകളാ. ശൈത്താന്മാരെ ഇങ്ങോട്ട് കയറ്റൂല. ശൈത്താന്മാർ വന്നാൽ തന്നെ ഇടുത്തി, അതുപോലെ തന്നെ നുജൂമുകൾ, ചെങ്കോലുകൾ, തീക്കനലുകൾ കൊണ്ട് എറിഞ്ഞോടിക്കും. അതുകൊണ്ട് ദുഷിച്ച ആത്മാക്കൾക്ക് ഇവിടെ പ്രവേശനമില്ല. ഉക്തുബു കിതാബഹു ഫീ സിജ്ജീൻ, ഭയാനകമായ സിജ്ജീൻ എന്ന പേരുള്ള നരകത്തിലാണ് അവന്റെ എല്ലാ റെക്കോർഡുകളും രേഖപ്പെടുത്തേണ്ടത്. അവന്റെ അഭയ കേന്ദ്രവും സങ്കേതവും സിജ്ജീൻ എന്ന നരകമാണ് ആ ആത്മാവിന്റെ താമസ സ്ഥലം. അവിടെയാണ് ആ ആത്മാവ് നിലകൊള്ളേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ ആത്മാവിനെ ദുഷിച്ച് കെട്ടുനാറുന്ന ആത്മാവിനെ വലിച്ചെറിയോ ഫിൽ അർളി സുഫ്ല, ഭൂമിയുടെ താഴ്ഭാഗത്തുള്ള പാതാളത്തിലുള്ള സിജ്ജീനിൽ തളച്ചിടൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ മലക്കുകൾ അപ്രകാരം ചെയ്യും. അപ്പൊ ദുഷിച്ച മനുഷ്യന്റെ ആത്മാവ് എവിടെയുള്ളത്? ഭൂമിയുടെ താഴ്ഭാഗത്തുള്ള ഫിൽ അർളി സുഫ്ല, ഏറ്റവും താഴെ തട്ടിലുള്ള സിജ്ജീൻ എന്ന് പറയുന്ന നരകത്തിലാ തളച്ചിട്ടത്.
അള്ളാഹുവിന്റെ വലയിൽ നിന്ന് ചാടിപ്പോന്നിട്ട് ഭൂമിയിലൂടെ ഈ അസത്യവാദിയുടെ ആത്മാവ് പ്രേതമായി നടക്കൂല. അപ്പൊ സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് നല്ലവരുടെ ആത്മാക്കൾ ഇല്ലീനിലും ചീത്ത ആളുകളുടെ ആത്മാക്കൾ സിജ്ജീനിലും നിലകൊള്ളുന്നു എന്ന് നാം വിശ്വസിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം ഈ വിഷയകമായിട്ടുള്ള. എന്നാ പിന്നെ പ്രേതല്ലേ മുസ്ലിയാരെ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജിന്നു വർഗത്തിലെ ദുഷ്ടന്മാരായ പിശാചുക്കളാണ്. ഇത് പറയുമ്പോൾ മറുപക്ഷത്തിന് ഇത് ഉണ്ടെന്ന് വാദിക്കുന്ന ആളുകൾക്ക് വീണ്ടും ഒരു ചോദ്യമുണ്ട്. അല്ല മുസ്ലിയാരെ, ചില ആളുകൾക്ക് ഈ ജിന്ന് ശൈത്വാൻ കൂടിയിട്ട് ബാധ വന്നിട്ട് ഇവരിങ്ങനെ ഇളകി പറയുമ്പോൾ മരിച്ചുപോയ ആളുകളുടെ സ്വഭാവത്തിലും സംസാരത്തിലും അനുഭവങ്ങളിലൂടെയൊക്കെ ഇവർ കളിക്കും. ഇത് ഞാൻ കണ്ടതാണ്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന വയനാട്ടില് സദർ മുഅല്ലിമായി ജോലി ചെയ്യുന്ന ഉസ്മാൻ മൗലവി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് പേടിച്ച് വീണു. പിന്നെ കുഞ്ഞ് എണീറ്റിരുന്നിട്ട് ഞാൻ ഐശൂച്ചയാണ്, ഐശൂച്ച അവിടെയൊക്കെ അങ്ങനെ പറയാം, ഇച്ഛ ആണിനും പെണ്ണിനൊക്കെ പറയും, ബഹുമാനത്തിന്റെ ഒരു പദമാണ്. ഞാൻ ഐശൂച്ച. ആരാ ഐശൂച്ച? 2 ആഴ്ച മുമ്പ് മരിച്ചു പോയൊരു തള്ള വീടിനടുത്തുള്ള. ഈ കുട്ടി അന്ന് പേടിച്ചതാ. പിന്നെ ഐശൂച്ച സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക ഞാൻ അനുഭവിച്ച് കണ്ടതാ. പിന്നെ അതിന് പരിശുദ്ധ ഖുർആൻ വെച്ച് കൈകാര്യം ചെയ്തു. കുട്ടിയുടെ കാര്യങ്ങളൊക്കെ സുഖപ്പെട്ടു. അവിടെ ഉള്ള ഒരു പണ്ഡിതൻ അങ്ങനെ കൈകാര്യം ചെയ്ത് സുഖമായി. ഏതായാലും പല ആളുകളും പറയുന്നുണ്ട്. ജസ്റ്റിസ് കൃഷ്ണയ്യർ രചിച്ച മരണാനന്തര ജീവിതം എന്നൊരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന്റെ, DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥം. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് മരിച്ചുപോയ ആളുകളുടെ ശൈലിയിലും സംസാരത്തിലൊക്കെ ചില മാനസിക രോഗികൾ കിടന്ന് കളിക്കാറുണ്ട്. അപ്പൊ ഇതൊരു സംഭവമാണ്. ഇങ്ങനെ ഉണ്ട്. ചില മാനസിക രോഗികൾ മരിച്ചുപോയ ആളുകളെ പോലെ സംസാരിക്കുകയും അവരുടെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. അത് ആ ആത്മാക്കൾ ഇവിടെ ഭൂമിയിലൂടെ കറങ്ങി ചില ആളുകളിൽ കേറുന്നുണ്ട് എന്നതിന്റെ തെളിവാണല്ലോ. അല്ല, ഖുർആനും ഹദീസും നന്നായി പഠിച്ചാൽ അതിനും നമുക്ക് മറുപടി കിട്ടും. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. ഓരോ വ്യക്തികളോടും കൂടെ പിശാചുണ്ടെന്ന് ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞല്ലോ. എത്രയോ ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞ, ഇനി അത് ആവർത്തിക്കുന്നില്ല. എല്ലാ വ്യക്തികളുടെ കൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ വരെ ശൈത്താൻ ഉണ്ടായിരുന്നു. ഓരോ വ്യക്തികളുടെ കൂടെയും ശൈത്താനുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മോശപ്പെട്ട ആളുകൾക്ക് അള്ളാഹു ഒരു ശൈത്താനെ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോയിന്റ്മെന്റ് അള്ളാന്റെ ഭാഗത്ത് നിന്ന് തന്നെ. മോശപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ നിർദ്ദിഷ്ടമായ ആയത്തുകളും ദിക്റുകളിലൂടെയും ജീവിക്കാത്ത ആളുകൾ, ചൊല്ലാത്ത ആളുകൾ എന്നല്ല, ദിക്റിലൂടെ ജീവിക്കണം. ദിക്റിലൂടെ ജീവിക്കാത്ത റഹ്മാനായ റബ്ബിന്റെ സ്മരണയിൽ നിന്ന് കുതറിമാറി ജീവിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് അള്ളാഹു ആ ആളുകളിലേക്കൊരു സ്നേഹിതനായി, കൂട്ടുകാരനായി, സന്തത സഹചാരിയായി ഒരു പിശാചിനെ തന്നെ നിയമിക്കും. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുഹ്റുഫിന്റെ 36-ാമത്തെ ആയത്ത് നോക്ക്. വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാൻ, ഒരാൾ റഹ്മാനായ നാഥന്റെ ദിക്ർ ഇല്ലാതെ ജീവിക്കുകയാണെങ്കിൽ, ദിക്ർ ഉണ്ടായിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്താ ഉള്ളത് ഇപ്പൊ പറയും. ദിക്ർ വേണം, ദിക്റില്ലാതെ ജീവിക്കരുത് കേട്ടോ. വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാൻ, റഹ്മാനായ നാഥന്റെ ദിക്ർ കൂടാതെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു പറയുന്നു നുഖയ്യിൽ ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ. ആ ദിക്റില്ലാതെ ജീവിക്കുന്നവന് നാം ഏൽപ്പിച്ചു കൊടുക്കും, അവന് ഏൽപ്പിച്ചു കൊടുക്കും. ആരെ? ശൈത്വാനൻ, ഒരു ശൈത്വാനിനെ. അവനിൽ സ്വാധീനം ചെലുത്താനും അവനെ നിയന്ത്രിക്കാനും അവന്റെ സന്തത സഹചാരിയായി നിലകൊള്ളാനും നാം തന്നെ ഏൽപ്പിച്ചു കൊടുക്കും ശൈത്വാന. ഫഹുവ ലഹു ഖരീൻ. അപ്പോൾ നാം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ശൈത്വാൻ ഉണ്ടല്ലോ, ഫഹുവ, ആ ശൈത്വാൻ, ലഹു, അവന്റെ ഖരീനുൻ, സ്നേഹിതനായിരിക്കും. ഇത്ര വ്യക്തമായ ഭാഷ. നാം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിക്റില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് നാം ശൈത്വാനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ഫഹുവ ലഹു ഖരീൻ, ആ മനുഷ്യന്റെ സ്നേഹിതനായി ശൈത്വാൻ എപ്പോഴും ഉണ്ടാകും. സൂറത്തുൻ നിസാഇന്റെ 38-ാമത്തെ ആയത്തിൽ വേറെ കാണാം, വമൻ യകുനിശ് ശൈത്വാനു ഖരീനാ ലഹു ഖരീനൻ ഫസാഅ ഖരീനാ. വേറൊരു ശൈലിയിൽ ഇങ്ങനെ ആർക്കെങ്കിലും ശൈത്താനെ, പിശാചിനെ സ്നേഹിതനായി കിട്ടിയാൽ അവന്റെ കാര്യം മഹാകഷ്ടം തന്നെ. അവന്റെ കൂട്ടുകാരൻ വളരെ അപകടം പിടിച്ച കൂട്ടുകാരൻ തന്നെ. പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഓരോ വ്യക്തികളോടൊപ്പം ശൈത്താനുണ്ട്. മുഅ്മിനിന്റെ ശൈത്താൻ അവൻ പിടിച്ച് കൈകാര്യം ചെയ്തിട്ട് മുസ്ലിം ആക്കിയിട്ട് കൊണ്ടു നടക്കും. മുസ്ലിം ആക്കിയിട്ടില്ലെങ്കിലും അവൻ പറഞ്ഞത് കേൾക്കാനാ മുസ്ലിം നിൽക്കൂല. എന്നാൽ കാഫിറായ, സത്യനിഷേധിയായ, തെമ്മാടിയായ ആളുകളോടൊപ്പം ശൈത്താൻ ഉണ്ടെന്ന് മാത്രമല്ല, അള്ളാഹ് തന്നെ അവന് സ്നേഹിതനായിട്ട് ശൈത്താനെ നിയമിച്ചു കൊടുക്കും.
ഈ ശൈത്താന്മാര് മനുഷ്യന്മാര് മരിക്കുന്ന നേരത്ത് മരിക്കൂല. കാരണം എന്താ? അവർക്ക് വലിയ ആയുസാണ്. ഈ മനുഷ്യൻ, മോശപ്പെട്ട മനുഷ്യൻ, തെമ്മാടിയായി ജീവിച്ച മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഈ ശൈത്താൻ മരിക്കൂല. അവൻ പുറംചാടിയിട്ട് അവനെ ആത്മാക്കളുടെ ലോകത്തേക്ക് പ്രവേശിപ്പിക്കൂലല്ലോ. ഈ മോശപ്പെട്ട കരീനായ ശൈത്താനെ പ്രവേശിപ്പിക്കൂല. അവൻ എവിടെ പോവും? അവൻ വേറൊരാളെ കൂടെ കൂടുമ്പോ നേരത്തെ ഈ ശൈത്താൻ, കരീനായ സ്നേഹിതനായ ശൈത്താൻ ആരുടെ കൂടെയാണോ ജീവിച്ചത്, അയാളുടെ ഏകദേശ രഹസ്യങ്ങളും ചില കാര്യങ്ങളും അയാളുടെ പെരുമാറ്റ രീതികളൊക്കെ അനുകരിക്കാനും സംസാരിക്കാനും ഈ കരീനായ ശൈത്താന് പറ്റും. അത് മറ്റൊരുത്തന്റെ ശരീരത്തിൽ കയറിക്കൊണ്ട് അവൻ നേരത്തെയുണ്ടായിരുന്ന ആളുകളുടെ സ്വഭാവമൊക്കെ പറയും. ഇതാകാനേ നിർവാഹമുള്ളൂ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പ്രേതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഇതൊക്കെ നമ്മൾ ഇതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് ആരെ മേലെ വരിക? അള്ളാന്റെ ദിക്റില്ലാത്ത ആളുകളെ നേരെ ഇതൊക്കെ വരുള്ളൂ. ദിക്റുള്ള ആളുകളുടെ നേരെ ഒരിക്കലും വരികയില്ല. അതുകൊണ്ട് ഈ രീതിയിൽ ഇതിനാണ് റൂഹാനി എന്ന് പറയുന്നത്. അറബിയിൽ റൂഹാനി എന്ന് പറഞ്ഞാൽ റൂഹിൽ ഉപവിഷ്ടനായ പിശാജ്, റൂഹാനി. മക്കാരനായ വ്യക്തിക്ക് മക്കി എന്ന് പറയും, അല്ലെ? ഇപ്പൊ പെരുമ്പാവൂർക്കാരനായ വ്യക്തിക്ക് അറബിയിൽ ഫെരുംഫാവൂരി എന്ന് പറയും. ഇതുപോലെ റൂഹിൽ, ഒരാളുടെ ആത്മാവിൽ അവന്റെ സന്തത സഹചാരിയായി നിലകൊണ്ടിരുന്ന പിശാജിന് റൂഹാനി എന്ന് അറബി പണ്ഡിതന്മാർ പറഞ്ഞത് ഇവനെ കുറിച്ചാണ്. അതല്ലാതെ മനുഷ്യ പരേതാത്മാക്കൾ കറങ്ങുകയല്ല. ഇതൊക്കെ അള്ളാഹു പടച്ചുവിട്ട ശൈത്താന്മാരെ ചില കളികളാകുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താ? അള്ളാഹുവിന്റെ ദിക്ർ. വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിൽ ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. അള്ളാന്റെ ദിക്ർ എന്നല്ല പറഞ്ഞത്, അള്ളാഹു റഹ്മാന്റെ ദിക്ർ. വല്ലാത്തൊരു പ്രയോഗം. അതിനൊക്കെ വ്യാഖ്യാനിക്കാനും അതിന്റെ വിശദീകരണം നൽകാനും ഈ ഉള്ളവൻ അശക്തനാണ്. റഹ്മാന്റെ ദിക്ർ, അതെന്ത് ദിക്റാ? അള്ളാന്റെ ദിക്ർ എന്ന് പറയാതെ റഹ്മാന്റെ ദിക്ർ എന്ന് പറഞ്ഞത്? വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാൻ, കരുണാവാരിധിയായ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, ആ ബോധത്തിലധിഷ്ഠിതമായ ജീവിതം, അത് ഇല്ലാത്ത എല്ലാവർക്കും പിശാചിനെ അള്ളാഹു കൂട്ടാളിയായി നിശ്ചയിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ദുആ ചെയ്തിട്ട് മാത്രം കാര്യമില്ല, റഹ്മാനായ റബ്ബിന്റെ ദിക്റിൽ ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് ഈ കുതന്ത്രങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സമയം കഴിഞ്ഞു, എന്താ ചെയ്യാ? ഈ ജ്യോത്സ്യന്മാരെ കുറിച്ചും ജ്യോത്സ്യ മഠങ്ങളെ കുറിച്ചും പറയാനും അതേപോലെ തന്നെ ഇതിന്റെ അനുബന്ധമായ ബാക്കി കാര്യങ്ങളും കൂടെ പറയാനും വിചാരിച്ചിരുന്നു. സമയം കഴിഞ്ഞു. ആത്മാക്കളുടെ ലോകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ എത്ര ഹദീസുകളായി വിഷയകമായി. റൂഹ്, ആത്മാവ് എന്നതിനെ കുറിച്ച് നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരു സെർച്ചിങ് നടത്തിയാൽ എന്തൊക്കെ സംഭവങ്ങളാണ്. അത് ഇൻഷാ അല്ലാഹ് മരണവും അനന്തര ജീവിതവും എന്നൊരു വിഷയത്തെ കുറിച്ച് നമുക്ക് വേറെ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പിശാചുകളുടെ കുതന്ത്രങ്ങളിൽ നിന്നും നമ്മെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നല്ലത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ശ്രവിക്കുന്ന ശബ്ദം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ടൗൺ ജുമാ മസ്ജിദിലെ ഇമാം ഉസ്താദ് ശിഹാബുദ്ദീൻ ഫൈസിയുടേതാണ്.